ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പം ഞാൻ എൻ്റെ പ്രഗ്നൻസിയുടെ 7ാം മാസത്തിലേക്ക് കടന്നിരിക്കുന്ന വിവരം സസന്തോഷപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. സോ ഈ 7th മന്ത് കുറച്ച് പ്രത്യേകത ഉള്ളൊരു മാസമാണ്. കാരണം ഈ മാസം ഞങ്ങളൊരു വളകാപ്പൊക്കെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളതിൻ്റെ പ്രിപ്പറേഷനുകൾ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്ത് പറവൂരിനടുത്ത് ഒരു കുഞ്ഞൊരു റിസോർട്ട് ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഫംഗ്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇവൻറ്റിൻ്റെ ആൾക്കാരും പിന്നെ വേറെ ആരാ വരുന്നതെന്ന് പറഞ്ഞ് ക്യാമറയുടെ ടീം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരായിട്ട് ചെറിയൊരു 2 ടീമും ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അവരെ പറ്റി ഡീറ്റെയിൽസ് നമ്മൾ പിന്നെ പറയാം. അപ്പോൾ ഇന്ന് അവരായിട്ട് ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഉള്ളത് അഖിലേട്ടനാണ്. അപ്പോൾ അഖിലേട്ടന് ഞാൻ മൈക്ക് കൈമാറുകയാണ്. എന്തെങ്കിലും 2 വാക്ക് പറയാനുണ്ടെങ്കിൽ വളകാപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ വളരെ ചുരുങ്ങിയ രീതിയിൽ ചെറിയ പരിപാടിയായിട്ട് വീട്ടിൽ തന്നെ വെച്ച് നടത്താനൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരെ വിളിച്ച് അത് വീട്ടിൽ കൊള്ളാൻ പറ്റാത്ത അത്രയും ആളായി. പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് പേരെയൊക്കെ ഒഴിവാക്കാം. എന്തായാലും കല്യാണത്തിന് എല്ലാവരും വിളിച്ചതാണ്. പക്ഷേ നമ്മൾ ഈ ഫങ്ഷൻ നടത്തി നമ്മൾ ഈ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കും, നീ നമ്മളെ വിളിച്ചില്ലല്ലോ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇതിൽ. പക്ഷെ എന്നാലും കുറേ ആൾക്കാരൊക്കെ ഒഴിവാക്കിയേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ മാക്സിമം ചെറിയ പരിപാടിയായിട്ട് നടത്താനാണ് ഇപ്പോഴും നോക്കുന്നത്. വളകാപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം സൈഡിലൊക്കെയാണ് വളകാപ്പ് എന്നുള്ള രീതിയിലുള്ളത്. എവളുടെ ഇവിടെയൊന്നും ഇല്ല കേട്ടോ. എവളുടെ ഇവിടെ വളകാപ്പ് ഫങ്ഷൻ ആയിട്ടൊന്നും ഇല്ല. കണ്ണ് കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ഓഡിയൻസ് എൻ്റെ ഫാൻസിന് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ നമ്മുടെ അവിടെ വരുന്നവരെല്ലാം പ്രായമുള്ള ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഒരു ഫങ്ഷൻ കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഡൈജസ്റ്റ് ആവുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ രീതിയിൽ തന്നെ നടത്താനാണ് പ്ലാൻ. അപ്പോൾ ഈ വളകാപ്പ് പ്രിപ്പറേഷൻസ് സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ അല്ല. കുറച്ച് ടഫാണ്. കാരണം കല്യാണ സമയത്തെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ ഓടുമായിരുന്നു. എൻ്റെ ഡ്രസ്സിൻ്റെ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾക്ക് ഞാനാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എനിക്ക് ഒരു സഹായിയുടെ ആവശ്യമുണ്ട്. പിന്നെ ബാക്കി മാനേജിങ് കാര്യങ്ങളെല്ലാം ആക്കി തന്നെ നോക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. സോ കുറച്ച് ടഫാണ്. പിന്നെ നമ്മൾ ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നടത്തുന്നെങ്കിൽ നമ്മൾ നന്നായിട്ട് നടത്തണമല്ലോ. അല്ലാണ്ട് ഒരു ഒപ്പിക്കൽ പരിപാടിയിലോട്ട് പോയിട്ട് കാര്യമില്ല. എന്തായാലും നമ്മളിതൊക്കെ ഓഡിയൻസിനെയും കാണിക്കുന്നതാണ്. അപ്പം നന്നായിട്ട് നടത്തണമെങ്കിൽ അതിൻ്റേതായ കുറച്ച് പണികളുണ്ട്. സോ എല്ലാത്തിനും എൻ്റെ മാനേജർ കം പാർട്ട്ണറായിട്ടുള്ള അഖിലേട്ടനാണ് ഓടുന്നത്. പിന്നെ അത് കൂടാണ്ട് തന്നെ ഞങ്ങളൊരു പുതിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഓട്ടവും കൂടി ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അക്കിക്ക് മൊത്തം അക്കിയുടെ വർക്ക്, ആ പരിപാടിയുടെ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ കൂടി ഈ പരിപാടിയുടെ കുറച്ച് കാര്യങ്ങൾ നല്ല രസമാണ്. കുറച്ച് ദിവസമായിട്ട് നല്ല രസത്തില്ല. ഓക്കെ, നമ്മുടെ പരിപാടി അത് പറയാം. അത് ഉടനെ തന്നെ അനൗൺസ് ചെയ്യണം. ഇപ്പോൾ ഇപ്പോഴല്ല, കുറച്ച് ലീഗൽ ഫോർമാലിറ്റി പരിപാടിയൊക്കെ കഴിയാനുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് പയ്യെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് ഞങ്ങളുടെ വെന്യൂ. ഇത് പറവൂർ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറും പിന്നെ ഇവൻറ്റിൻ്റെ ആൾക്കാരൊക്കെ വന്നൊന്ന് അനലൈസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് 4 തൂണ് അങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് ഫേസ് ചെയ്ത് എടുക്കണം. ഓക്കെ, അങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് ഇത് അച്ചുവൊക്കെയാണ് നമ്മുടെ കാർഡമൻ വെഡ്ഡിങ് ഗ്രൂപ്പിൻ്റെ ആള്. നമ്മുടെ ഒരു സേവ് ദ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രോയുടെ പേര് ശരത്ത് ഇവൻറ്റിൻ്റെ ശരത്താണ് നമ്മുടെ ഇവൻറ്റിൻ്റെ പരിപാടി. ഇവൻറ്റിൻ്റെ പേര് ബാബുറാം. ഒരു കാര്യമുണ്ട്, ഈ പേര് കുറച്ച് കൺഫ്യൂസിങ് ഉണ്ട്. ഒരു പേര് മാറ്റുന്നുണ്ട്. ആണോ? പേരപ്പം കറക്റ്റ് പറയണം. പേരപ്പം പിന്നീട് എന്തെങ്കിലും കുത്തിക്കയറ്റിയാൽ മതി. പേരിൻ്റെ വെഡ്ഡിങ് ഇവൻറ്റ്സ് മാത്രം പറഞ്ഞു വിട്ടിട്ട് പിന്നീട്. ശരി. നമ്മുടെ
ആൾക്കാരൊക്കെ ചോദിക്കണം ബാബുരാമൻ വന്നില്ലേ? അതന്നെ ബ്രോയുടെ പേര് ശരത്. ഇത് ശരത് ബ്രോ ആണ് നമ്മുടെ ഇവന്റിന്റെ കാര്യങ്ങൾ, സ്റ്റേജിന്റെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ എടുത്തിട്ടുള്ള റിസോർട്ട്. അതിമനോഹരമായ വ്യൂ. ഇതേ കായലൊക്കെ ഉണ്ട്. സോ ഇത് അത്യാവശ്യം നല്ലൊരു കാം ആൻഡ് കൂൾ പ്ലേസാണ്. ഇപ്പോൾ അന്ന് ആൾക്കാരൊക്കെ വരുമ്പോൾ നല്ല ബഹളം ഉണ്ടാവും. ആൻഡ് ഇവിടെ ഈ ഒരു ഊഞ്ഞാലി ഉണ്ടല്ലോ, നമുക്ക് ഈ ഊഞ്ഞാലിലിരുന്ന് ആടാം. അതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇപ്പോൾ എനിക്കിവിടെ ചെയ്യാനില്ല. ഞാൻ ഇരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആടുന്നുണ്ട്. എൻ്റെ അഖിലേട്ടൻ അവിടെ എന്തൊക്കെയോ പിരി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആര്യ ചേച്ചിയുടെ കാഞ്ചീപുരം.in നിന്നാണ് ഞാൻ എൻ്റെ വളകാപ്പിൻ്റെ സാരി പർച്ചേസ് ചെയ്തത്. ആൻഡ് ഞാൻ വെറുതെ പറയല്ല, അവിടുത്തെ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര കളക്ഷനാണ്. ഞാൻ ചെന്ന് 3ാമത്തെ സാരിയാണ് ഞാൻ സെലക്ട് ചെയ്തത്. എനിക്കങ്ങനെ അധികം നേരം അവിടെ നിന്ന് സമയം കളയേണ്ടി വന്നില്ല. സാരി സെലക്ട് ചെയ്യാൻ എൻ്റെ കൂടെ വന്നത് എൻ്റെ മേക്കപ്പ് ചെയ്യുന്ന ചേച്ചി ഡാനി ചേച്ചിയാണ് എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ മേക്കപ്പ് എല്ലാം ചെയ്തത്. ആദ്യം ഞാൻ സെലക്ട് ചെയ്ത സാരി ഒരു യെല്ലോ കളർ സാരി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഗോൾഡ് പോയാൽ സെറ്റ് ആവുമോ എന്നൊരു ഡൗട്ട് നിൽക്കുമ്പോഴാണ് ഡാനി ചേച്ചി ഒരു പീച്ച് കളർ സാരി എടുത്തത്. എനിക്കെന്താ വെച്ച് നോക്കിയപ്പോൾ ആ പീച്ച് കളർ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അങ്ങനെ അധികം കാണാത്തൊരു കളർ പോലെ തോന്നി. അങ്ങനെ ഞാൻ ആ പീച്ച് കളർ സാരിയാണ് സെലക്ട് ചെയ്തത്. ഇനി അഖിലേട്ടൻ്റെ ഡ്രസ്സും ബാക്കി കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാം. ഇന്നത്തെ ആംബിയർ തീർന്നു. പിറ്റേ ദിവസം ഞങ്ങൾ പോയി സാരിയുടെ ബ്ലൗസിൻ്റെ ലൈനിങ്, അണ്ടർസ്കേർട്ട് അങ്ങനെ സാധനങ്ങളും പിന്നെ മെയിനായിട്ട് നമ്മുടെ അഖിലേട്ടൻ്റെ ഡ്രസ്സൊക്കെ പോയി സെലക്ട് ചെയ്തു. ഇന്നത്തെ ദിവസം നമ്മൾ വളകാപ്പിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. രാവിലെ ഞങ്ങൾക്കൊരു ചെറിയൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് അഡോർ ബൈ പ്രിയങ്ക എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ്. അതിവിടെ കലൂരാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ജ്വല്ലറീസ് എടുക്കുന്നത് വളകാപ്പിന് വേണ്ടിയിട്ടുള്ളത്. ആൻഡ് എൻ്റെ കൂടെ എൻ്റെ പാർട്ട്ണർ ഇന്ന് നല്ലൊരു സുദിനമാണ്. ഇതിപ്പോൾ 2-3 ദിവസമായിട്ടായിരിക്കും ഇത് എടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒറ്റ സ്ട്രെച്ച് പരിപാടിയില്ല. കല്യാണത്തിനെല്ലാം ഒരുമിച്ച് എന്തോ ഒറ്റ പർച്ചേസ് ആയിരുന്നു. പക്ഷെ ഇത് പറ്റില്ല. ഇത് കുറച്ച് ടൈം എടുക്കും. എന്തെങ്കിലും ചെയ്താൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്താലേ അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ. മടി, ഭയങ്കര മടി. പിന്നെ ഇവളുടെ സാരി, ഒരു 2 സാരി ഉണ്ട്. അപ്പോൾ ഒരു സാരി കാഞ്ചീപുരത്ത് നിന്ന് എടുത്തു. പിന്നെ ഒരു സാരി പണ്ട് കല്യാണത്തിൻ്റെ സാരി. കല്യാണ സാരി ഇവിടെ അടുത്ത് എടപ്പള്ളിയിലൊരു ഹിന്ദി വാല ആദ്മിയുടെ കയ്യിൽ റോള് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കിട്ടിയതിന് ശേഷം വേണം കാഞ്ചീപുരത്തെ സാരി കൊടുക്കാൻ. അതെ, ആ സാരി എന്താ അവസ്ഥയിലാണ് നോക്കിയിട്ട് വേണം അടുത്ത സാരി കൊടുക്കാനായിട്ട്. തൊട്ടടുത്ത് എടപ്പള്ളിയാണ്, നമ്മൾ പത്തരിപ്പാലത്ത് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് കൊടുക്കാനും എല്ലാം എളുപ്പമാണ്. അപ്പോൾ ഇന്ന് പുള്ളിയുടെ പെർഫോമൻസ് നോക്കട്ടെ, പുള്ളിയുടെ പരിപാടിയൊക്കെ നോക്കട്ടെ. ഇപ്പോൾ പോകുന്ന വഴിക്ക് കയറുന്നുണ്ടോ? അല്ല, അത് വൈകുന്നേരം വാങ്ങാം. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടികൾ. ഇന്ന് പിന്നെ കുറച്ച് തട്ടം കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പൂജാ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ നാട്ടിലുള്ള വൈറ്റ് പൊങ്കാല എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പൊങ്കാല ഇടാൻ പുതിയ കലം തന്നെ വേണമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുതിയ കലം വാങ്ങണം, അതിൻ്റെ സെറ്റപ്പൊക്കെ ഒപ്പിക്കണം. പിന്നെ ഇതിൻ്റെ കത്തിക്കാനുള്ള വിറക്, നമുക്ക് ഗ്യാസാണ് ഇവിടെ, അപ്പോൾ കത്തിക്കാനുള്ള വിറക് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി 27-ാം തീയതി പോകുന്ന ടൈമിൽ നമ്മളത് മേടിക്കും. സോ നൗ വി ആർ അറ്റ് അഡോർ ബൈ പ്രിയങ്ക. സോ ഇവർക്ക് ആക്ച്വലി ജ്വല്ലറി സെല്ലിങ് ഓൺലൈൻ ത്രൂ മാത്രമേ ഉള്ളൂ. ഇത് ആക്ച്വലി ഇവരുടെ ഒരു ഓഫീസാണ്. എല്ലാം കൂടെ ഇട്ടിട്ടൊരു രാജമാത ഗെറ്റപ്പായിട്ടുണ്ടല്ലേ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നത്. ഒലക്ക പോലുണ്ട്, ഒലക്ക.
സാരി. ഒന്ന് കല്യാണ സാരി, ഒന്ന് നമ്മൾ പുതിയതായിട്ട് എടുത്ത സാരി. കഞ്ചീവരം. ഇത് മറ്റേ ഇതിങ്ങനെ വയറ്റി വെച്ചിട്ട് കരുവാട് ഒരൊറ്റ സോർ അതിനകത്ത് കളി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് മൈലാഞ്ചി ഇടലാണ്. ഇന്നലെ വൈകിട്ട് ഞാൻ പോയി നെയിൽസ് ചെയ്തായിരുന്നു, കാണിച്ചു പറ്റും. അപ്പോൾ ഇന്നിപ്പോൾ മൈലാഞ്ചി ഇടാണ്. ഈ മൈലാഞ്ചി ഇടുന്ന കുട്ടിയുടെ പേര് ലക്ഷ്മി, എൻ്റെ നാട്ടുകാരിയാണ്, പറവൂരുകാരിയാണ്. പേജ് എന്തായിരുന്നു ഇവിടെ? ലാഹന്ന കൊച്ചിയാണ് ഇൻസ്റ്റഗ്രാം പേജ്. അപ്പോൾ മൈലാഞ്ചി കണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായും ലാഹന്ന കൊച്ചിയെ സമീപിക്കുക ഫോർ ഫർദർ വർക്ക്സ്. പിന്നെയെന്ന് വെച്ചാൽ ഒരു കാര്യം, എനിക്ക് കല്യാണത്തിന് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. മൈലാഞ്ചി ഇടുക, നെയിൽസ് ചെയ്യുക, എന്തായിരുന്നു എൻ്റെ എന്താ ഞാൻ അഖിലേട്ടനോട് സംസാരിക്കണേ കേട്ടോ. അപ്പോൾ കല്യാണത്തിന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അഖിലേട്ടൻ ഇതിനൊക്കെ ഇരിക്കാനൊക്കെ, മൈലാഞ്ചി ഇടാനിരിക്കാൻ, നെയിൽസ് ചെയ്യാനൊക്കെ ഭയങ്കര എന്താ എൻ്റെ കുന്തളിപ്പ് ആ സമയത്തൊക്കെ. പക്ഷെ ഇപ്പം ഉണ്ടല്ലോ, ഞാനിപ്പോൾ അരമണിക്കൂറായി ഞാൻ ഇരിക്കണം, എനിക്ക് പുറം വേദന എടുത്തിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഇപ്പം എല്ലാവരും ഒരു ചെയ്യണമല്ലോ, വേറെ വഴിയില്ലല്ലോ എന്നോർത്തിട്ടുള്ളൊരു ഇരിപ്പാണ്. ഇത് അത്യാവശ്യം കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. എന്നാൽ നെയിൽസ് ചെയ്യാനും ഒരു 2 to 3 hours എടുത്ത്, 2 hours എടുത്ത്. ഇതും 2 to 3 hours എന്തായാലും എടുക്കും. ഞാൻ മാക്സിമം സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ഡിസൈനാണ് ഇടുന്നത്. ബട്ട് സ്റ്റിൽ സമയം എടുക്കും കുറച്ച്. അപ്പോൾ ഇനി ഉച്ച സമയമാകുമ്പോൾ അഖിലേട്ടൻ ഭക്ഷണമായിട്ട് വരും, കഴിക്കണം, അങ്ങനെയൊക്കെ അത്രേ ഉള്ളൂ. ഇതുപോലെ ഇതിന് മുന്നേ കല്യാണത്തിനാണ് എനിക്ക് അഖിലേട്ടൻ ഇതുപോലെ വാരി തന്നിട്ടുള്ളത്. കൈ കാണിച്ചു കൊടുത്തത് കയ്യിൽ പിന്നെ മറ്റേത് കുറച്ചൊക്കെ ഇളകിപ്പോയി. ഇതോ ഞാൻ ഇല്ലായിരുന്നു ഗൈസ് ഇവിടെ. കാല് ഞാൻ കാണിക്കണല്ലോ, കാല് കുറച്ച് ഇതായിപ്പോയി, പാൻറ് തട്ടി. ഒരു മെയിൻ ഐറ്റം കാണിക്കാൻ വിട്ടുപോയി, ഈ സാരികളുടെയൊക്കെ ബ്ലൗസേ. എനിക്ക് 2 ബ്ലൗസ് ഉണ്ട്. ആ 2 ബ്ലൗസ് എനിക്ക് ചെയ്തു തന്നത് നാഗി ഡിസൈൻസാണ്. ഞാൻ ഒരു പോയിന്റ് മാത്രമേ പറഞ്ഞുള്ളൂ, എനിക്ക് ഓവറായിട്ട് വർക്ക് വേണ്ട, വളരെ മിനിമലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതുപോലെ ചെയ്താൽ മതി. ആൻഡ് പറഞ്ഞ പോലെ തന്നെ നല്ല രസമായിട്ട് എനിക്കത് ചെയ്ത് തരുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കല്യാണ സാരിയുടെ ബ്ലൗസാണ്. ആൻഡ് ഇതാണ് നമ്മുടെ മെയിൻ ബ്ലൗസ്, ഫങ്ഷൻ്റെ ബ്ലൗസ്. ആ ബ്ലൗസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എലമെൻ്റാണ് ഈ കുഞ്ഞു ബേബി കിടന്നുറങ്ങണത്. ഇതാണ് അതിൻ്റെ നെക്കിൻ്റെ ബോർഡറിൻ്റെ വർക്ക്, വെരി സിമ്പിൾ ബട്ട് എലഗൻറ്റ്. ആ കണ്ടതാണ് എൻ്റെ വളകാപ്പ് ഫംഗ്ഷൻ്റെ 2 സാരികളുടെ ബ്ലൗസ്. അതിലൊന്ന് ഞാൻ കല്യാണ സാരിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പഴയ ബ്ലൗസ് സ്വാഭാവികമായിട്ടും കിടക്കില്ലല്ലോ, അതുകൊണ്ടാണ് രണ്ടാമതൊരു ബ്ലൗസ് ചെയ്യിച്ചത്. എൻ്റെ കല്യാണത്തിൻ്റെ സെറ്റ് സാരിയുടെ ബ്ലൗസ് ചെയ്തു തരാണ്. അന്ന് അത്യാവശ്യം നല്ലൊരു അപ്രിസിയേഷൻ കിട്ടിയ ഒരു ബ്ലൗസായിരുന്നു അത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇനി കുറച്ച് കഴിയുമ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് ഇങ്ങോട്ട് എഴുന്നള്ളും. ഇനി അവരെ ഒന്ന് സൽക്കരിക്കണം. അത് കഴിഞ്ഞ് നാളത്തെ പരിപാടിക്കുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വളകാപ്പിൻ്റെ പ്രിപ്പറേഷൻസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് വളകാപ്പിൻ്റെ വീഡിയോ ആണ്. അത് ഞങ്ങൾ ഉടനെ ഇറക്കുന്നതാണ്. അപ്പോൾ അങ്ങനൊരു ഭയങ്കര ഫങ്ഷൻ അല്ല, വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫാമിലി മെമ്പേഴ്സും പിന്നെ എൻ്റെ അക്കിയുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു ഫങ്ഷനാണ്. അപ്പോൾ ആ വീഡിയോ ഞങ്ങൾ ഉടനെ ഇറക്കാം. അതുവരെ ടാറ്റാ.